ഈ കാണുന്ന ചെക്ക് പോസ്റ്റ് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ സൈലന്റ് വാലി കാട്ടിലേക്കുള്ള നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ്. കിലോമീറ്റർ ഉള്ള ഒരു ജീപ്പ് സഫാരിയും അവിടെ എത്തിയിട്ട് കൊടും കാടിനും വലിയ മലകൾക്കും ഇടയിലുള്ള ഒരു വാച്ച് ടവർ എന്നുള്ള മനോഹരമായ കാഴ്ചകളും ട്രക്ക് ചെയ്ത് കുന്തിപ്പുഴ കാണാനുള്ള ഒരു യാത്രയാണ് ഈ വീഡിയോയിലുള്ളത് കേട്ടോ. പാലക്കാട് മണ്ണാർക്കാടിൽ നിന്ന് 12 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ മുക്കാലി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. അവിടെയാണ് സൈലന്റ് വാലി നാഷണൽ പാർക്കിന്റെ ഓഫീസ് ഉള്ളത്. ഇവിടെ നിന്നാണ് നമുക്ക് ടിക്കറ്റ് കിട്ടുക. ടിക്കറ്റ് ആവശ്യമുള്ളവർക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റൂട്ടാ. രാവിലെ 8 മണിക്കാണ് ആദ്യത്തെ ജീപ്പ് പുറപ്പെടുക. ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൃഗങ്ങളെ കാണാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഏകദേശം 1 വർഷം മുന്നെയാണ് ഫുൾ ഓഫ് റോഡ് ആയിരുന്ന ഈ വഴിയെ കോൺക്രീറ്റ് ഇട്ട് നൈസാക്കിയത്. മറ്റു കാടുകളിൽ കാണുന്ന ചീവീടുകൾ പോലും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യുന്ന ഈ ജീപ്പിന്റെ സൗണ്ട് മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. ഈ യാത്രയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മൾ ശ്വസിക്കുന്ന വായുവിന്റെ ക്വാളിറ്റിയാണ്. എന്റെ യാത്ര ഉച്ച സമയത്താണെങ്കിലും കുറച്ച് മൃഗങ്ങളെ കാണാനൊക്കെ പറ്റിയിട്ടാ. 21 കിലോമീറ്റർ ഉള്ള ഈ ജീപ്പ് യാത്രയില് സൈലന്റ് വാലി കാട്ടിലൂടെയുള്ള യാത്ര അവസാനത്തെ 3 കിലോമീറ്റർ മാത്രമാണ്. നമ്മൾ പോകുന്ന വഴിക്ക് 2-3 ചെറിയ വെള്ളച്ചാട്ടങ്ങളുണ്ട്. അവിടെ എത്തുമ്പോൾ ജീപ്പ് നിർത്തിയിട്ട് കുറച്ചു നേരം കണ്ടൊന്ന് ആസ്വദിക്കാട്ടാ. വെള്ളച്ചാട്ടം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിന് അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട്. ഇനിയുള്ള യാത്രകൾക്ക് ആവശ്യമായ വെള്ളം ശേഖരിച്ചിട്ട് ഞങ്ങളുടെ യാത്ര തുടർന്നു കേട്ടോ. കാടിന്റെ ഉള്ളിലേക്ക് പോകും തോറും വഴിയിലുള്ള വെളിച്ചം കുറയുകയും നല്ല തണുപ്പ് ഫീൽ ചെയ്യുകയും ചെയ്യട്ടെ. 19 കിലോമീറ്ററോടുള്ള ജീപ്പ് സഫാരിക്ക് അവസാനം സൈലന്റ് വാലി കാട്ടിലേക്കുള്ള മെയിൻ കവാടത്തിന്റെ അവിടെ ഞങ്ങൾ എത്തിയിട്ടാ. അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ കവാടത്തിനുള്ള മെയിൻ കാട്ടിലേക്കുള്ള യാത്ര തുടർന്നു കേട്ടോ. ആ യാത്ര ചെന്ന് അവസാനിച്ചത് ഈ വാച്ച് ടവറിന്റെ കീഴിലാണ്. ഇതൊരു 1.5 ഹൈറ്റാണ്. കാണുമ്പോൾ സിമ്പിളാന്ന് തോന്നുമെങ്കിലും ഹൈറ്റ് പേടിയുള്ളവർക്ക് നല്ല കിടിലം പണിയാണിത്. 4 ഭാഗത്തേക്ക് വലിച്ചു കെട്ടിയിട്ടുണ്ടെങ്കിലും വാച്ച് ടവറിന്റെ ചെറിയ ആട്ടവും കേറുന്ന പടികളുടെ വലിപ്പക്കുറവും സത്യം പറഞ്ഞ എന്നെ ഇച്ചിരി ഭയപ്പെടുത്തി. പക്ഷെ എല്ലാം കഴിഞ്ഞ് മേലെ എത്തിയിട്ടുള്ള ഒരു വ്യൂ അതൊരു രക്ഷയില്ലാത്ത വ്യൂ തന്നെയായിരുന്നു. നടുക്കടലിൽ ചെന്ന ചുറ്റും കടൽ കാണുന്ന പോലെ നടുക്കാടെന്ന് ഞാൻ പറയും. ചുറ്റും കാടും മലകളും മാത്രം. വന്ന വഴിയോ റോഡോ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. സ്റ്റാറ്റസ് ഇടാനായിട്ട് 2-3 ഫോട്ടോസ് കീച്ചിട്ട് ഞങ്ങൾ ട്രക്കിങ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടാ. കുന്തിപ്പുഴ കാണാനുള്ള കാട്ടിലൂടെയുള്ള ഈ ട്രക്കിങ്ങിനിടയിലാണ് ഞാൻ ആദ്യമായിട്ട് മലയണ്ണാനെ കാണുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിലേക്ക് കാണാറുള്ള അണ്ണാന്റെ പോലെ ആണെങ്കിലും നല്ല വലുപ്പത്തിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല കളർഫുള്ളും ആണ്. കാടിനുള്ളിടെയുള്ള 1/2 മണിക്കൂറിന്റെ യാത്ര വേറൊരു വൈബായിരുന്നു കേട്ടോ. കുന്തിപ്പുഴയുടെ കുറുകെയുള്ള ഈ പാലം പൊളിഞ്ഞത് കഴിഞ്ഞ 2018 വെള്ളപ്പൊക്കത്തിലാട്ടായി. അതിന് പകരമുള്ള പുതിയ പാലത്തിന്റെ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ആ പാലം വന്നു കഴിഞ്ഞാൽ ഇവിടേക്ക് വരുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണം ഡബിൾ ആവും. പാലം പണിയുന്നവരെ ഇറങ്ങുന്നത് പോലെ ഈ കയറും പിടിച്ച് നദിയിലേക്ക് ഇറങ്ങാനൊക്കെ പറ്റും. എന്നിട്ടും ഞങ്ങൾ പോയില്ല. അതാണ് ഞങ്ങള്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം.